റെനി മാൻസൺ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഫാൾട്ട് ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നീല സ്ക്രീൻ വന്ന് സ്റ്റക്കായി നിൽക്കും, അങ്ങനെയും നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓഫ് ആവും, അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് ആവും. ഇതാണ് അതിൻ്റെ എറർ. സാധാരണ ഇങ്ങനെ ഒരു എറർ വരുന്നത് വിൻഡോസിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഹാർഡ്വെയർ ആയിട്ടുള്ള ഏതെങ്കിലും മെഷീൻസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയർ റാമോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ എന്തെങ്കിലും ഹാർഡ്വെയറായിട്ട് എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് ഈ പ്രശ്നം സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. അത് നമുക്ക് സിസ്റ്റം അത് ഓഫ് ചെയ്ത് അത് ഹാർഡ്വെയർ ആണെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇങ്ങനെ സാധാരണ നിലയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്നുണ്ടായ പ്രശ്നം അങ്ങനെ ഒന്നല്ല. എന്നാൽ ഇന്നുണ്ടായ എറർ മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച്, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ OS ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, വിമാന കമ്പനികൾ, പ്രധാനമായിട്ട് ഇന്നുണ്ടായത് വിമാന കമ്പനികൾക്കുണ്ടായ ഓൺലൈൻ ബുക്കിങ്ങും മറ്റുമാണ് ഇന്ന് ആകെ താറുമാറിലായത്. ഹെൽത്ത് മേഖലകൾ, ഇന്ത്യ, ജർമ്മനി, ഓസ്ട്രേലിയ, US തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഏകദേശം മിക്ക ഓഫീസുകളും പ്രവർത്തനം നിലച്ചു എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ച് ഇന്നലെ മൈക്രോസോഫ്റ്റിൻ്റെ അതോറിറ്റി ചെറിയൊരു സൂചന നൽകിയിരുന്നെങ്കിലും ഇത്രത്തോളം വളരെ അഫക്റ്റ് ചെയ്യുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒരു US സൈബർ സുരക്ഷാ കമ്പനിയാണ് ക്രൗഡ് സ്ട്രൈക്ക്. 2013 സ്ഥാപിതമായ ഈ കമ്പനി ക്ലൗഡ് അധിഷ്ഠിത സുരക്ഷാ സേവനങ്ങളാണ് നൽകി വരുന്നത്. മൈക്രോസോഫ്റ്റും ഇവരുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് നടത്തിയ സിസ്റ്റങ്ങളിലാണ് ഈ സാങ്കേതിക തടസ്സം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ആഗോളതലത്തിൽ നിരവധി കമ്പനികളെയും ബാങ്കുകളെയും സർക്കാർ ഓഫീസുകളെയും ഈ പ്രശ്നമായി സാരമായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സർവീസ് മാനേജ്മെന്റ് ഓപ്പറേഷൻസിനെയും കണക്ടിവിറ്റി സേവന ലഭ്യതയെയും ഈ പ്രശ്നം ബാധിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇത് സൈബർ ആക്രമണമല്ലെന്നാണ് CEO ജോർജ് കട്ട്സ് വ്യക്തമാക്കി. പ്രശ്നം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായും അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. അപ്പോഴേ സുഹൃത്തുക്കളെ, നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു സോൾവൻസി അതല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചാനലിൽ ഞാൻ അവസാനം പിൻ ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒന്ന് ഓടിച്ച് പറയാം. അതോടൊപ്പം തന്നെ അതിൽ വിശദമായ ഡീറ്റെയിൽസും ലിങ്കും എല്ലാം അതിലിടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ആ അപ്ഡേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്സാണ് അതിൽ പറയുന്നത്. ഇതിൻ്റെ കാരണസഹിതവും അവർ പറയുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ അത് അല്പസമയം മുമ്പ്, അതായത് ജൂലൈ 19, 2024 ഒരു വൈകിട്ട് ഇറക്കിയ ഒരു ഇതാണ്. എനിക്ക് വളരെ പെട്ടെന്ന് ഇത് കിട്ടി ഇൻഫർമേഷൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് നിങ്ങളെ പോലെയുള്ളവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വളരെയധികം ചെയ്യുന്നത്.